അപ്പോൾ നമ്മളെ വീടിന്റെ പരിസരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കാറ്റും മഴയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ ആർക്കും ഒരു എത്തും പിടിയില്ല. മഴ സ്പീഡ് ശക്തി കൂടി കൂടി വരികയാണ്. അപ്പം എല്ലാ ഭാഗത്തും നല്ല കാറ്റുണ്ട് ഗൈസ്. ഓ ഗൈസ്, ഭയങ്കര കാറ്റാണ് ഗൈസ്. ഗൈസ് ബ്രൈറ്റിന് കൂട്ടി. ഓ ഗൈസ്, നിങ്ങൾ നോക്കിയാൽ കാണാം എമ്മ കാറ്റും മഴയാണ്. അതിലൂടെ മഴ ഓ കാറ്റ് വീഴ്ചാണ് ഗൈസ്. ഓ ഗൈസ്, തെങ്ങ് വീണ് ഗൈസ്. തെങ്ങ് വീണ് അല്ല, കഴുങ്ങാണത്. ഒരു കഴുങ്ങാടെ വീണ്, കഴുങ്ങ് വീണ്. അതാണ് ഗൈസ്. എന്താ ചെയ്യേണ്ടത് ഒരു എത്തും പിടിയില്ല ഗൈസ്. ഗൈസ് ഇവിടെ സെറ്റും കാറ്റും മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി മുതൽ മൺസൂൺ ഇവിടെ തുടങ്ങി. അന്ന് വൈകുന്നേരം 2 ദിവസം വൈകുന്നേരം ചെറിയൊരു മഴ പെയ്തിരുന്നു. പിന്നെ അങ്ങോട്ടാണ് ഗൈസ് ഈ മഴ ഫുള്ളായിട്ട് വന്ന് തുടങ്ങിയത്. ഇതിപ്പോ 19, 20 വലിയ പ്രശ്നമില്ല. 21 മുതൽ ഇതുവരെ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ മഴ. കുറെ ആൾക്കാർക്ക് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലില് ഒക്കെ ന്യൂനമർദ്ദം രൂപപ്പെട്ടോണ്ട് അത് ഒന്നും കൂടി ശക്തിയായതാണ്. എന്താ ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ ഭയങ്കര മഴയും കാറ്റുക. ഞങ്ങളൊക്കെ എവിടെ പോകണമെന്നാണ് ഗൈസ്. ഒന്നുകൂടി കാണിച്ചത്. ഓ ഗൈസ്, നമ്മളെ മാതിനും എൻ്റെ ആൻറ്റിയൊക്കെ ഓരോ പ്ലെയിനിൽ അങ്ങനെ പോരാണ്. കുവൈത്ത് പോലെ അവസ്ഥ എന്താണ് ഒരു ദാരുണ. ഞങ്ങൾക്ക് ഒരു അറിയിപ്പും ഇല്ല. ഇപ്പൊ തന്നെ ഒരു കഴിഞ്ഞ് വീണ് ഗൈസ്. ഇപ്പൊ ഞങ്ങള് അപ്പുറത്ത് തോടിന്റെ കക്കരേക്കുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കഴുങ്ങും തെങ്ങും ഒക്കെ ആടി വീഴ്ചാണ്. കൊയ്റ്റടി എന്നാണ് ആ ഭാഗത്തേക്ക് പറയുക. അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ആഞ്ഞി വീശിയ ഗൈസ് കാറ്റ്. ഒരു 5 മിനിറ്റ് മുമ്പ് ഊകൾ. അപ്പൊ അവിടെ നല്ല വീശിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര മഴയാണ്. കഴിഞ്ഞ വീടൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നല്ലോ. 10x ഫുള്ള് ഞാൻ കാണിച്ചു തരാം. കുറയ്ക്കില്ല. ഗൈസ് അപ്പം ഇവിടെ പാകം സീനായി. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ഇപ്പൊ ഒരു പിടിയുമില്ല. കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ ഒറ്റ സെക്കൻഡ് ഗൈസ്. അപ്പൊ പിന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ചെയ്തതാണ്. ഇവിടെ അജാതി കാറ്റ് വീശിയിട്ട് ഞാൻ പോലും തുറച്ചു പോകുന്ന പഠിച്ചോനെ ഗൈസ്. ആ കഴിഞ്ഞ് ഫുള്ളായിട്ട് വീഴുന്നു. ഓ കാറ്റ് പിന്നെയും വീശിയാണ് ഗൈസ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല അവിടെ ആർക്കും. ഓ ഗൈസ്, നോക്കൂ ഗൈസ്, പ്രേക്ഷകരെ കണ്ടുറന്ന് കാണുവിൻ. നമ്മളെ മടൂർമുക്ക് പഞ്ചായത്തിൽ എന്താ സംഭവിക്കുന്നതെന്നൊരു എത്തും പിടിയുമില്ല ഗൈസ്. എത്രയോ ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തമില്ല ഗൈസ്. ഇവിടെ മൊത്തത്തിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, ക്യാമറൻ്റെ മുകളിൽ നിറച്ചും വെള്ളമായി. ക്യാമറയുടെ മുകളിൽ നിന്ന് വെള്ളം ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ നിറച്ചും മഴക്കാലം വരുന്നതിൻ്റെ മുമ്പാണ് ഇവിടെ തുടങ്ങിയത്. തേങ്ങയൊക്കെ ഇവിടെ നിന്നൊക്കെ പൊട്ടിയൊക്കെ മുളിച്ചൊക്കെ വീഴുന്നുണ്ട്. അപ്പം ഈ റോഡിൽ കൂടെ ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ പോകണമൊന്നുമില്ല. മഴ കൊണ്ട് ഇവിടെ ഇപ്പം ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ നിൽക്കൂല എന്നുള്ള മട്ടിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അതിപ്പോൾ എൻ്റെ അമ്മമാണ് പറഞ്ഞത് കാര്യമായിരുന്നു. ഓക്കെ, അതുപോലെ പറയുന്നുണ്ട് ഒറ്റിട്ടാണ് മഴ പെയ്യുന്നത്. ഒറ്റിട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ എടുക്കിട്ട് പെയ്യൂന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല. എല്ലാം കഴങ്ങും അതും ഇതൊക്കെ വീണ്. ഈ കൊല്ലത്തെ മൺസൂൺ എന്ന് വെച്ചാൽ മഴക്കാലത്തിന് മുമ്പ് തന്നെ മഴ തുടങ്ങിയിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് അറിയൂല. ഇപ്പൊ തന്നെ ഞങ്ങൾ കൊലായി ഇവിടെ ഒക്കെ നോക്കിയറിയാം, ഫുള്ള് നനഞ്ഞ് കുളിച്ചിരുന്ന് കുതിർന്നു പോയി. ഇതൊക്കെയാണ് ഇവിടെ അവസ്ഥ തന്നെയാണ് അവസ്ഥ. ഇപ്പോഴും നിന്നില്ല, എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു.